ശരിക്കും ഈ കേക്ക് ചെയ്യുമ്പോൾ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ സ്റ്റാൻഡിൽ ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് കേട്ടോ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതൊരു 1 kg ടെൻഡർ കോക്കനട്ട് കേക്കായിരുന്നേ. എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തൊരു കേക്കായിരുന്നു. ഫ്രണ്ടിൻ്റെ വൈഫ് മാത്രമല്ല, ഞങ്ങൾ കസിൻസും കൂടിയാണ് കേട്ടോ. റൗണ്ട് ഷേപ്പിനെ കട്ട് ചെയ്ത് ഹാർട്ട് ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കൂടുതലും ഹാർട്ട് ഷേപ്പ് കേക്കുകൾ ചെയ്യാറ്. ടെൻഡർ കോക്കനട്ട് ആയതുകൊണ്ട് എനിക്ക് കൂടുതലും ടെൻഡർ കോക്കനട്ടുകൾ കുറേ കളർ ഉപയോഗിച്ചിട്ടുള്ള വർക്കുകളൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. എനിക്ക് എപ്പോഴും വൈറ്റ് കളറിന് ടെൻഡർ കോക്കനട്ട് കേക്ക് ഇരിക്കുകയാണ് എനിക്കിഷ്ടം. പക്ഷേ ഇവൻ അയച്ചിരുന്ന ഡിസൈൻ അങ്ങനെ തന്നെ ഒരെണ്ണമായിരുന്നു. ഇത് കംപ്ലീറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കണ വരെയും കറണ്ട് വന്നിട്ടില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കറണ്ട് വന്നത്. ഇതൊരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു. കസ്റ്റമർ നമ്മളോട് റെഫറൻസ് പറഞ്ഞിരുന്നു. അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ചെയ്തൊരു കേക്കായിരുന്നു. പിന്നെ ഒരു ബെൻഡോ കേക്ക് ഉണ്ടായിരുന്നു. ബെൻഡോ കേക്ക് കൂടുതലും കോളേജ് പിള്ളേർ അങ്ങനെയൊക്കെയാണ് കേട്ടോ. കൂടുതലും കോളേജ്, സ്കൂള് അങ്ങനെയുള്ള പിള്ളേരുകൾ ഇപ്പോൾ 2 ഫ്രണ്ട്സായിട്ട് കപ്പിൾസായിട്ട് അങ്ങനെയൊക്കെ മുറിക്കാനായിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഈ സെയിം തന്നെ നമ്മളൊരു വെഡ്ഡിങ് കേക്ക് ചെയ്തിട്ടുണ്ട്. ആ റെഫറൻസാണ് നമുക്ക് അയച്ചു തന്നെ. അതൊരു എൻഗേജ്മെൻറ്റ് കേക്കായിരുന്നു. പിന്നെ ഇതൊരു സ്പൈഡർമാൻ തീമിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 kg വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു ഫ്ലേവർ. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്